അയ്യോ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രെഡേറ്ററി ഫിഷിംഗ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വേണ്ടി ഇറങ്ങിയേക്കണേണ് ഗായ്സ്. നമ്മുടെ ചാനലിലെ കഴിഞ്ഞ വീഡിയോസ് എല്ലാം എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു ഗായ്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അപ്രീസിയേഷൻ ഉണ്ട് ഗായ്സ്. കഴിഞ്ഞ വീഡിയോയിൽ വ്യൂവേഴ്സ് ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ഇത്തവണ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ വീഡിയോയിൽ എന്തെങ്കിലും ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് വഴിയായിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിൽ കുറച്ച് മാറ്റം വരുത്താം. നമുക്ക് നമ്മുടെ ചാനൽ വളർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ആവശ്യം. ഇന്ന് നമ്മുടെ കൂടെ ഒരു പുതിയൊരു അതിഥി കൂടെ ഉണ്ട്. ആളുടെ പേര് റെക്സൻ എന്നാണ്. ടാക്കിൾ അഡിക്ട്സ് വ്ളോഗ്സ് എന്നാണ് പുള്ളിയുടെ ചാനലിൻ്റെ പേര്. എല്ലാവരും ആ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സ്റ്റേ ട്യൂൺ ഗൈസ്. നമുക്ക് ഒരു മീൻ അടിച്ചേക്കണ ഗൈസ്. ക്യാമറ ഓഫായിരുന്നു. ഇവിടെ നമ്മുടെ റെക്സൻ ചേട്ടനുണ്ട്. എന്ത് നാടനാണ് വിയറ്റ്നാമാണെന്ന് മനസ്സിലാവണില്ല. ഒരുമാതിരി ഒരു തവിട്ട് നിറം. അൽബൈനോവിനെത്തിപ്പെട്ടവല്ലോ ഒരിക്കലേ. എന്നാട്ടാ പെട്ടാ എവിടാ? അയ്യോ, ഏട്ടാ ആ പിടിച്ചേരാ. ലൈനാണുള്ളത്. ആ കഴക്കോ സംഭവം വേറൊന്നുമല്ല. എല്ലാവരും ഇപ്പം മീനടിയും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഈ കുപ്പിച്ചൂണ്ട, വെട്ടിച്ചൂണ്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോകും. അതുപോലെ തന്നെ അത് കാര്യം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും എടുത്ത് വെക്കേണ്ടതിന് പകരം അത് അവിടെ ഇട്ടിട്ട് പോകും. അതുകൊണ്ട് ഫ്യൂച്ചറിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാകും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി കാര്യങ്ങളൊക്കെ, പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഈ ജലാശയങ്ങളിൽ അവിടെ ഇവിടെ കിടക്കും, മലിനീകരണമാകും. അതുമാത്രമല്ല, അത് ചൂണ്ടിടാൻ വരുന്നവരുടെ അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങുന്നവരുടെയൊക്കെ കാലിലോ കയ്യിലൊക്കെ തറച്ച് അതിൻ്റെ കൊളുത്ത് കാര്യങ്ങളൊക്കെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഗൈസ്. കമ്പയിലോടൊക്കെ വെച്ചേക്കും. നമുക്ക് നേരെ അടുത്ത സ്പോട്ട് പിടിക്കാം ഗൈസ്. ഓക്കെ, കഴിഞ്ഞ വീഡിയോസിൽ ഇതിലോ പറഞ്ഞ കാര്യം ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് റിമൈൻഡ് ചെയ്യണം ഗൈസ്. നിങ്ങൾ ഓരോ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഈ പുൽത്തകിടി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചവിട്ടും വാട്ടർ ബെഡ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് വെള്ളത്തിൻ്റെ മുകളിൽ ചണ്ടി പുല്ലെല്ലാം പിടിച്ച് നിൽക്കുന്ന ഒരു കണ്ടീഷൻ. ചിലപ്പോൾ എവിടെയൊക്കെ ആഴമുണ്ട് ആഴം ഇല്ല എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ കാലെടുത്ത് വെക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് പൂണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് മാറും. അതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഗൈസ്. പിന്നെ കഴിവതും ഈ ഗംബൂട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ധരിക്കാൻ നോക്കുക. കാരണം പാമ്പ്, മുള്ളം പന്നി അങ്ങനെയുള്ള പല സാധനങ്ങളും ഈ കാടിൻ്റെ ഇടയിലൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സേഫ്റ്റി നോക്കിയിട്ട് വേണം ഓരോന്ന് ചെയ്യാൻ. ചെറിയ റിസ്ക് ഉണ്ടെന്നുള്ളു. ആ, നമ്മുടെ റെക്സൻ ചേട്ടൻ ഓൺ ബ്രാൻഡ് ആയിട്ടുള്ള ഗോസ്റ്റ് ഫ്രോഗ് എന്നും പറഞ്ഞുകൊണ്ടുള്ള വുഡൻ ഫ്രോഗ്സിന്റെ കളക്ഷൻസ് ഇറക്കുന്നുണ്ട്. ഈ ഗോസ്റ്റ് ഫ്രോഗ് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ആ, ചേട്ടൻ ചെയ്യണ്ടല്ലേ? കേറട്ടെ. പക്ഷെ ഏതൊരു നാറിയില്ലേ ഇതുപോലത്തെ ഉടക്കുപോലെ ഇട്ടിട്ട് പോയി നോക്കാണ്ട് ഇട്ടിട്ടില്ലേ, മീൻ ചത്ത് ചീഞ്ഞ് കിടക്കണം. സങ്കടം വന്ന് കാഴ്ചയുണ്ട്. ആ ആ ഇത് കറുപ്പിന്റെ ഒക്കെ സൈസ് കാണണം. ഒരു കൈപ്പത്തി സൈസ് നമ്മക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ അത്രയുള്ള സൈസൊന്നും. അത് വലയിൽ ചത്ത് കഴിഞ്ഞ് കിടക്കണമ്പോ ശോകം മൂട്. പിന്നെ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും തുറന്ന് പറയുന്ന നമ്മളൊരു ശീലം പണ്ട് മുതലേ. അതുപോലെ തന്നെ തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരുമില്ല ഗോകുന്നാണല്ലോ. പിന്നെ അത് മാത്രമല്ല,
നമ്മൾ കാര്യത്തിലേക്ക് വരാം. അതായത് ഈ വല കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് പോകുമ്പോൾ, അതായത് മെയിനായിട്ട് ഉടക്ക് വലകൾ, അതുപോലെ വൈശാലി വല, അങ്ങനെയുള്ള വലകളൊക്കെ ഒരുപാടുണ്ട്. അതായത് ഇതെല്ലാം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു മാറ്റാനായിട്ട് വിട്ടുപോകുന്ന ആൾക്കാരുടെ ഒരു മെയിൻ ഒരു പ്രവണതയാണ്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിസരത്തുള്ള മീനുകളൊക്കെ അതിൽ വന്നിട്ട് ഉടക്കി കിടന്നിട്ട് ചത്ത് ചീഞ്ഞ് അവിടെ ഒരു മലിനമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യും. അപ്പൊ മറ്റുള്ള മീനുകളൊക്കെ അവിടെ നിന്ന് ചിലപ്പോൾ ചത്ത് പൊങ്ങാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നാളെയും അവിടെ ഫിഷ് ചെയ്യണം എന്നുള്ള ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പ്രവൃത്തികളൊക്കെ ഒന്നും ചെയ്യാതിരിക്കുകയാണ്. പിന്നെ ഇതുപോലെയുള്ള വലയും കാര്യങ്ങളും അതുപോലെ പ്ലാസ്റ്റിക്കിന്റെ കവർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ വെള്ളത്തിൽ നിന്ന് എടുത്തത് മാറ്റുന്നതായിരിക്കും നല്ലത്. കാരണം കഴിവതും ഒരു ഗ്ലൗസ് ഉപയോഗിച്ച് വേണം എല്ലാം ചെയ്യാനായിട്ട്. അശോ, ചെറുത് ഗായ്സ്, ഇത് കണ്ട ഗായ്സ്. നമുക്ക് പിന്നെ റിലീസ് ചെയ്യാം. ഓക്കെ, തീരെ പൊടിയാൻ. ഓ, എൻ്റെ ചുണ്ട് കീറി ചെറുതായിട്ട്. അത് ഹീലായിക്കോളും. റക്സൻ ചേട്ടാ, ഇതൊക്കെ ആ വീടിന്റെ അടിയിൽ നിന്ന് കിട്ടിയ സ്റ്റക്കായിരുന്നത് അവിടെ. വിരാലി നാടനല്ല, വിയറ്റ്നാമാണെന്നോ. അടി വെളുത്തായിരിക്കണം. നാടനല്ലല്ലോ, വിട്ടേക്കാം. ആ, ഫിഷിംഗ് റോഡ് കടിക്കണൊക്കെ ഞാൻ ചേട്ടൻ്റെ ഇൻസ്പയർ ആയതാ. ആ ആ അസുഖം വരുമെന്നൊക്കെയല്ലേ, അത് ഞാൻ കണ്ടായിരുന്നു. അതെ ഗായ്സ്, നമ്മൾ ഇവനെ റിലീസ് ചെയ്യാൻ പോണാണ്. തന്നെ അടിപ്പോയി, വീഡിയോ കിട്ടി. അതെ, അവൻ്റെ മീന ട്രേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, കിട്ടുമോ നോക്കാം. ചേട്ടൻ പറഞ്ഞാ 1/2 കിലോ. എങ്ങനാ കേട്ടില്ല. എനിക്കൊരു 2 കിലോത്തിന്റെ ചേരാൻ മറ്റേ എരൂരിന്ന് കിട്ടി. ആ, അതെവിടെ ഉണ്ട് കേട്ടോ അവര്. അയ്യോ, നല്ല സൈസായിരുന്നു. ഇല്ല അടിച്ചള്ള. അതിനെ കേറ്റും. സ്ട്രൈക്ക് ഗൈസ്. നമ്മളിവിടെ കുറേ നേരമായിട്ട് ഒരു മീനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കണതാണ്. അത് തവള വിഴുങ്ങുന്നില്ല, വെറുതെ സ്ട്രൈക്ക് മാത്രം തന്നുകൊണ്ടിരിക്കണേ. അവിടെ നിന്ന് വന്നാന്ന് തോന്നണത്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രാവശ്യം കാസ്റ്റ് ചെയ്താൽ തന്നെ എപ്പോഴും മീനടിക്കണമെന്നില്ല. ലക്കുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഒറ്റ കാസ്റ്റിൽ മീനടിക്കും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഒരു മീനെ അഗ്രസീവ് ആക്കണമെന്നുണ്ടെങ്കിൽ തലങ്ങും വിലങ്ങും ഒരു 20 കാസ്റ്റ് 30 കാസ്റ്റൊക്കെ ഒരേ സ്ഥലത്ത് തന്നെ കാസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ മീനടിക്കുള്ളൂ. പിന്നെ ചില മീൻ എന്ന് വെച്ചാൽ ഇതുപോലെ കളിപ്പിക്കും. നമ്മൾ ഒരുപാടിട്ട് കളിപ്പിച്ച് അവസാനം ചിലപ്പോൾ അത് അടിക്കാം, ചിലപ്പോൾ അടിക്കാതിരിക്കാം. നമ്മളെ ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആംഗ്ലറിൻ്റെ
മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമയാണ്. ക്ഷമയില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, കുറേ നേരത്തിന് ശേഷം എന്താ ഒരു വരാലടിച്ച ക്യാമറയിൽ കിട്ടിയില്ല. അത്യാവശ്യം നല്ല മുഴുത്ത സൈസ്. ഹേ അമ്മേ, അട്ടിച്ചണ്ണാക്കിലാക്കി കളഞ്ഞു. അയ്യോ, ചേടാ എന്ത് കിടിലൻ അടിയാ അടിച്ചത്. ഹുക്കായില്ലെന്ന്. ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഓടിക്കളഞ്ഞത്. നല്ല സ്ട്രൈക്കായിരുന്നു. പക്ഷേ 2 എണ്ണം മിസ്സിങ് ഇന്ന്. അയ്യേ കുഞ്ഞ്. എഗെയിൻ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്രെഡേറ്ററി ഫിഷിംഗ് വ്ളോഗ്സ്. ഇപ്പോൾ ഈ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അതുപോലെ ഇനിയും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവും അഡ്വഞ്ചറസുമായിട്ടുള്ള വീഡിയോസ് കാണാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എനിക്ക് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗൈസ്. അതുപോലെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഗൈസ്. അടുത്തതായിട്ട് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ തിരിച്ചു തന്നെ വരാം. ഇറ്റ്സ് മീ മഹേഷ് സൈനിങ് ഓഫ് ഫ്രം ഇറ്റ്സ് യുവർ പ്രെഡേറ്ററി ഫിഷിംഗ് വ്ളോഗ്സ്. ബൈ.